ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. 1336 ഹരിഹരൻ ഒന്നാമൻ, ബുക്കൻ ഒന്നാമൻ എന്നീ സഹോദരങ്ങളാണ് ഈ സാമ്രാജ്യം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗവും 300 വർഷത്തോളം ഇവർ ഭരിച്ചു. തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ഹംപിയായിരുന്നു ഇവരുടെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢിയും യുദ്ധങ്ങളുടെ കഥകളും അവിടുത്തെ കലാപരമായ ഔന്നത്യവും ഹംപിയിലെ ഓരോ കല്ലുകളിലും പതിഞ്ഞിരിപ്പുണ്ട്. അവ വെറും കല്ലുകളല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു നാഗരികതയുടെ ഓർമ്മകളാണ്. അവിടുത്തെ ഓരോ കല്ലിലും കൊത്തിവെച്ച ശില്പങ്ങൾ, ക്ഷേത്രങ്ങൾ, വിശാലമായ തെരുവുകൾ എന്നിവയെല്ലാം ഒരു കാലഘട്ടത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്നു. ആ കാലഘട്ടത്തിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിച്ചത് തികച്ചും സ്വാഭാവികം. ആ ശില്പങ്ങളുടെ സൗന്ദര്യം, യന്ത്രങ്ങൾ ഇല്ലാത്ത ആ കാലത്ത് അത് നിർമ്മിക്കാൻ എടുത്ത പ്രയത്നം, അതിന് പിന്നിലുള്ള ചരിത്രം, ഇതെല്ലാം എന്നെ അതിശയിപ്പിച്ചു. സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രബലനായ ഭരണാധികാരി കൃഷ്ണ ദേവരായർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം 1509 മുതൽ 1529 വരെ 20 വർഷക്കാലമായിരുന്നു. സാഹിത്യം, കല, വാസ്തുവിദ്യ എന്നിവയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. 15ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണ ദേവരായർ നിർമ്മിച്ച കൽരഥമാണ് ഇത്. 2017 ഹംപിയിലെ കൽരഥത്തിന്റെ ചിത്രം 50 രൂപയുടെ കറൻസി നോട്ടിൽ ഉൾപ്പെടുത്തിയത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു പ്രധാന ചരിത്ര കേന്ദ്രമാണ് തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹംപി. ഇന്ത്യയുടെ ചരിത്രത്തെയും കലയെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഹംപി.